ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ മേഖലയിലെ സംഘർഷങ്ങളിലെല്ലാം വൻതോതിലുള്ള മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. പ്രധാനമായിട്ടും ഇപ്പം ഈ കേസിൽ മാത്രമല്ല, ഇസ്രായേൽ ഇറാന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ അഫ്ഗാനിസ്ഥാന്റെ കേസിലാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളുടെ ഈ സിറിയയുടെ കേസിലാണെങ്കിലും എല്ലാം ഖത്തർ ഈ മധ്യസ്ഥത വഹിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാൻ അടക്കമുള്ള പല രാജ്യങ്ങൾക്കും ആക്സെപ്റ്റബിളുമാണ് ഖത്തർ. ആ ഖത്തറിലാണ് ഇന്നലെ ഈ ആക്രമണം ഉണ്ടായത്. അത് നമ്മളൊരു കോട്ട് അൺകോട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൗഹൃദ ആക്രമണം എന്ന് പറയാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. ഖത്തറിനെ ആദ്യം തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ഇൻഫോമിംഗ് അസ് ഇൻ അഡ്വാൻസ് എന്നുള്ളത്. ഇതൊരു ഇറാന്റെ റിയാക്ഷൻ ആയിട്ട് വേണം കാണാൻ. അത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ക്ഷമ ചോദിക്കൽ ഈ അന്തരീക്ഷത്തെ കൂടുതൽ തണുപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണുകയാണെങ്കിൽ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം എന്നതും ഇറാന്റെ റെജീം ചേഞ്ച് എന്നുള്ള രണ്ട് മുദ്രാവാക്യങ്ങൾ ഇപ്പോഴും ആ മേഖലയിൽ ഒരു ഡെമോക്ലിയസിന്റെ വാളായി തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ യാതൊരു നിലപാട് മാറ്റവും അറിയിച്ചിട്ടില്ല. ഈ സമാധാന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ പീസ് എഗ്രിമെന്റിന്റെ വ്യവസ്ഥകൾ എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്ന ഈ പീസ് എഗ്രിമെന്റ്, അതായത് വെടിനിർത്തൽ എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണെങ്കിൽ പോലും വലിയ തോതിൽ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരമാണോ ഇതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.